ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തനി നാടനായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നെയ്യപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ നെയ്യപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 2 കപ്പ് പച്ചരിയാണ്. ഇതൊരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. നമ്മുടെ സാധാ പച്ചരിയാണ് കേട്ടോ. ഇതിലേക്ക് 300 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അരി നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് അരി അരച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ ശർക്കരപ്പാനി കുറഞ്ഞ ചൂടുണ്ടാവണം കേട്ടോ. അധികം ചൂടുണ്ടാവരുത്, നല്ല തണുത്തതും ആയിരിക്കരുത്. ഒരു മീഡിയം ചൂടിലാണ് നമ്മളിത് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചിട്ടുള്ള ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തപ്പോൾ ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3/4 കപ്പ് മൈദ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് കട്ടല്ലാണ്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാവ് കുറുകി കിട്ടും. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ആണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ മാവ് വേണ്ടത്. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. ഒന്നുകിൽ നമ്മൾ വൈകുന്നേരം അരച്ചിട്ട് രാവിലെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ രാവിലെ അരച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് തേങ്ങൻ്റെ കൊത്ത് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ഒന്ന് വറുത്തെടുത്തതും കൂടെ ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിലരിതിൽ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ജീരകം ചേർക്കണില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ഈ മാവ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ സോഡ ഒന്നും ചേർക്കണില്ല. മാവ് കൂട്ടി വെച്ചിട്ട് 6 മുതൽ 8 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. ഇത് നമുക്ക് ചൂടാക്കിയ എണ്ണയിലിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴിയുള്ള ചട്ടീനെ എടുക്കുക. പാനിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബാറ്റർ
കട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫ്രൈ ചെയ്യുന്നതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ആ ഒരു ഇത് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. ഇല്ല അത് ഉള്ളു വേവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനിയോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കിയാൽ മതി. അപ്പം നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പം നമ്മൾ മാവ് വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ നെയ്യപ്പം നല്ലോണം നന്നായി കിട്ടും. നന്നായിട്ട് എണ്ണ വാർത്തിട്ട് തന്നെ നമ്മൾ കോരി മാറ്റുക കേട്ടോ. അപ്പം ഞാൻ മുഴുവൻ ചുടുന്നതൊന്നും കാണിക്കണില്ല. അപ്പോൾ അത്രയും ടൈം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. ഒരു ജസ്റ്റ് ഒരു 4-5 മാത്രം ഞാൻ കാണിക്കണുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് നന്നാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ശരിക്കൊന്ന് കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും തന്നെ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.